ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ നമ്മൾ പഠിച്ചു. അപ്പോൾ അടുത്ത നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഹാർട്ട്ലി ഓസിലേറ്റർ ആണ്. ഹാർട്ട്ലി ഓസിലേറ്റർ എന്ന് പറയുന്നത് എന്താണെന്നും അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതൊക്കെയാണ് നമ്മളിപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് അറിയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് വെയിൻ ബ്രിഡ്ജ് നിങ്ങളുടെ സിലബസിൽ കയറ്റിയു നമ്മുടെ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിന്റെ മാത്രമേ അനാലിസിസ് പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ നമ്മൾ ഡെറിവേഷൻ ഒക്കെ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ, അനാലിസിസ് ഒക്കെ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിന്റെ കേസിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ഹാർട്ട്ലിയുടെയോ ഇനി പഠിക്കാൻ പോകുന്ന ഒരു ഒരെണ്ണം കൂടെ ഉണ്ട്, ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉണ്ട്. അതിനകത്തൊന്നും അതിൻ്റെ ഒന്നും അനാലിസിസ് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ കൺസെപ്റ്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ ഹാർട്ട്ലി ഓസിലേറ്ററിന്റെ കേസിൽ അതിന്റെ വർക്കിങ്ങും കാര്യങ്ങളും കമ്പോണൻസിന്റെയും എല്ലാ കാര്യങ്ങളും എല്ലാമേ പറയുന്നുള്ളൂ. അതിനകത്ത് അനാലിസിസിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഏകദേശം എന്താണ് ഒരു ഓസിലേറ്റർ എന്നും അതിന്റെ കൺസെപ്റ്റുകളും ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവണം. എന്താണ് ബർഗോസൻ ക്രൈറ്റീരിയ, എന്താണ് കാര്യങ്ങൾ, ഫേസ് ഷിഫ്റ്റിന്റെ കണ്ടീഷൻ എന്താണ്, എ ബീറ്റ ലൂപ്പ് ഗെയിൻ 1 ആവണം എന്നുള്ള കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയണം. കാരണം കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ നിങ്ങളത് ഇല്ലെങ്കിൽ പ്രീവിയസ് വീഡിയോസ് നോക്കുക, അതനുസരിച്ച് അത് പഠിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഹാർട്ട്ലി ഓസിലേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ വെയിൻ ബ്രിഡ്ജ് പഠിച്ചപ്പോൾ വെയിൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ 0 to 20 kHz വർക്ക് ചെയ്യുന്ന ഒരു 0 എന്ന് പറയുന്നില്ല, 20 Hz to 20 kHz ഓഡിയോ റേഞ്ചിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓസിലേറ്റർ ആണ് എന്ന് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഓസിലേറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓഡിയോ ഫ്രീക്വൻസി ഇവിടെ ഹാർട്ട്ലി എന്ന് പറയുന്നത് നമുക്ക് ബേസിക്കലി നമ്മളൊരു റേഡിയോ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്ന റേഡിയോ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓസിലേറ്റർ ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ റേഡിയോ റിസീവറുകളിൽ നമ്മൾ ലോക്കൽ ഓസിലേറ്റർ ആയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇപ്പോൾ നമ്മൾ ഇനി നിങ്ങൾ പഠിക്കും, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടോ എങ്കിൽ ഹെറ്ററോഡൈൻ റിസീവർ ഒക്കെ ഉണ്ട് അനലോഗ് സർക്യൂട്ട്സിലൊക്കെ, നിങ്ങൾ എല്ലാ ഭാവിയിൽ പഠിക്കും. അല്ല ഹെറ്ററോഡൈൻ റിസീവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ ലോക്കൽ ഓസിലേറ്റർ ആയിട്ട് റേഡിയോ ഫ്രീക്വൻസി ആയിട്ടുള്ള ലോക്കൽ ഓസിലേറ്റർ ആയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മുടെ ഒരു ഹാർട്ട്ലി ഓസിലേറ്റർ എന്ന് പറയുന്ന സാധനം. ഇതിനകത്ത് ഇതും ഓസിലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സസ്റ്റൈൻഡ് ഓസിലേഷൻ വേണമെങ്കിൽ നമ്മൾ ബാർഗോസൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം. വിച്ച് മീൻസ് നമ്മുടെ ലൂപ്പ് ഗെയിൻ, ആംപ്ലിഫയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗെയിന് ഫെഡ് പ്ലസ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗെയിന്, ഈ രണ്ട് ഗെയിനും കൂടെ ചേർന്ന് അതിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്ന വാല്യൂ യൂണിറ്റി ആയിരിക്കണം. നമ്മൾ കറക്റ്റ് യൂണിറ്റി അല്ല, ഒരു സ്ലൈറ്റ്ലി ലാർജർ ദാൻ യൂണിറ്റി നമ്മൾ എടുക്കും, എങ്കിലും ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു യൂണിറ്റി. അതാണ് വൺ കണ്ടീഷൻ. നെക്സ്റ്റ്, ദ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡഡ് ബൈ ദി ആംപ്ലിഫയർ ആൻഡ് ദി ഫേസ് ഷിഫ്റ്റ് ഷുഡ് ബി ഈക്വൽ ടു 360 അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് 360. ഫേസ് ഷിഫ്റ്റ് 0 ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതൊരു സസ്റ്റൈൻഡ് ഓസിലേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച വെയിൻ ബ്രിഡ്ജിനകത്തുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്, ഈ ഒരു സർക്യൂട്ടിന്റെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇതാണ്, ഈ വരയ്ക്കുന്ന, ഞാനിപ്പോൾ ഡോട്ടർ ലൈൻ വെച്ച് വരയ്ക്കുന്നതാണ് നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. അതായത് ഒരു കപ്പാസിറ്ററും പാരലായിട്ട് നമുക്ക് ഒരു ഇൻഡക്ടർ അല്ല, ആക്ച്വലി ഇത് രണ്ട് ഇൻഡക്ടറാണ്. L1 ഉണ്ട്, L2, നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല, L1 ഉം L2 ആണ്. അത് തമ്മിൽ ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് ആണ്. ഞാൻ വരയ്ക്കുമ്പോൾ ഒരുമിച്ച് നമ്മൾ വരയ്ക്കുന്നതേ ഉള്ളൂ. അത് രണ്ടും ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് ആയിട്ടുള്ള രണ്ട് ഇൻഡക്ടേഴ്സ് L1 L2. ഈ നടുക്കത്തെ പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേര് ടാപ്പിംഗ് പോയിന്റ് എന്നാണ്. സെൻട്രൽ ടാപ്പ് ആണ് അതിന്റെ പോയിന്റ് വിളിക്കുന്ന പേര് ടാപ്പിംഗ് പോയിന്റ് എന്നാണ്. ആ ടാപ്പിംഗ് പോയിന്റ് നമ്മളൊരു കപ്പാസിറ്റർ വഴി ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കപ്പാസിറ്റർ, ആ കപ്പാസിറ്ററിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആണെങ്കിൽ പാരലായിട്ട് രണ്ട് എന്തുണ്ട്, ഇൻഡക്ടേഴ്സ് ഉണ്ട്, L1 ഉം L2 ഉം, രണ്ട് കോയിൽസ് L1 ഉം L2 ഉം. അത് തമ്മിൽ ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് ആണ്, ഡയറക്ട്ലി കണക്റ്റഡ് അല്ല, ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് ആണ്. അതിന്റെ ടാപ്പിംഗ് പോയിന്റിൽ നിന്ന് നമ്മൾ എന്തിന് ഒരു കപ്പാസിറ്റർ വഴി ഗ്രൗണ്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നുള്ള പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് ആണ് നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. ഇത്രയും സാധനം നമ്മുടെ ആംപ്ലിഫയർ സെറ്റപ്പ്, നമ്മുടെ ട്രാൻസിസ്റ്റർ പ്ലസ് ട്രാൻസിസ്റ്ററിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസ്. ഇതെന്ന് പറഞ്ഞ ഒരു സെൽഫ് ബയാസ് സർക്യൂട്ട് ആണ്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. കാരണം എമിറ്റർ നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, ബേസിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്, കളക്ടറിൽ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. പക്ഷേ ഇവിടെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്മുടെ ആംപ്ലിഫയർ സർക്യൂട്ടിനെക്കാട്ടി ചെറിയ ഒന്ന് രണ്ട് വ്യത്യാസങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണെങ്കിലും നമ്മുടെ എമിറ്റർ റെസിസ്റ്റൻസ് REക്ക് അക്രോസ് ആയിട്ട് നമ്മൾ വേറൊരു കപ്പാസിറ്റർ CE പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എമിറ്റർ റെസിസ്റ്റർ REക്ക് പാരലായിട്ട് നമ്മൾ അക്രോസ് ആയിട്ട് നമ്മൾ ഒരു കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട് CE. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ R1 R2 അതുപോലെ RE CE ഈ 4 കമ്പോണൻസ് കൂടെ ചേർന്നാണ് ഇതൊരു സെൽഫ് ബയാസ് സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യും. കാരണം നമ്മൾ ഇതിന് എന്ത് കൊടുക്കുന്നില്ല, നമ്മളൊരു വോൾട്ടേജോ സിഗ്നലോ കൊടുക്കുന്നില്ല, നമ്മളൊരു ഓസിലേറ്റർ സർക്യൂട്ടാണ്. മനസ്സിലായോ? ഈ VCCയിലാണ് ഇത് ഫുള്ള് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ VCCയിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ സെൽഫ് ബയാസ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് R1 ഉം R2 ഉം REയും CE ഈ 4 കമ്പോണൻസ് കൂടെ ചേർന്നാണ് ഇതിനൊരു സെൽഫ് ബയാസ് സർക്യൂട്ടായിട്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്.
അത് ആദ്യം അറിഞ്ഞിരിക്കുക. അതിനുശേഷം നമ്മളിവിടെ സാധാരണഗതിയിൽ കളക്ടറിൽ നിന്ന് വി സി സിയിലേക്ക് നമ്മളുള്ള ആ കണക്ഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മളൊരു കളക്ടർ റെസിസ്റ്ററാണ് നമ്മൾ കണക്ട് ചെയ്യാറ്. പക്ഷേ ഇവിടെ ഹാർട്ട്ലി ഓസിലേറ്റർ വിൽ ബി യൂസിങ് എ കോയിൽ. ഇതൊരു ഇൻഡക്റ്റീവ് കോയിലാണ്. ഇതിന് RFC എന്നാണ് വിളിക്കുന്നത്. ഇറ്റ്സ് അതർവൈസ് നോൺ ആസ് റേഡിയോ ഫ്രീക്വൻസി ചോക്ക്. നമ്മൾ വിളിക്കുന്ന പേര് റേഡിയോ ഫ്രീക്വൻസി ചോക്ക് എന്നാണ്. എന്താന്ന് ചോദിച്ചാൽ റേഡിയോ ഫ്രീക്വൻസികളെ തടയാൻ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസികൾക്ക് ഹൈ ഇമ്പിഡൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കോയിലാണ് റേഡിയോ ഫ്രീക്വൻസി കോയിൽ. എന്ന് പറഞ്ഞാൽ ലോവർ ഫ്രീക്വൻസി അതായത് DC കമ്പോണൻസിനെ VCC എന്ന് പറയുന്ന DC കമ്പോണൻസിന് യാതൊരു തടസ്സവും ഇല്ലാതെ ഇത് ഇങ്ങോട്ട് പാസ് ചെയ്യും. അതേസമയം ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് റേഡിയോ ഫ്രീക്വൻസിയിലേക്ക് എത്തുമ്പോൾ റേഡിയോ ഫ്രീക്വൻസി ഒഴിവുള്ള ഹൈ ഫ്രീക്വൻസിയും പാസ് ചെയ്യും. റേഡിയോ ഫ്രീക്വൻസികളെ ഹൈ ഇമ്പിഡൻസ് പ്രൊവൈഡ് ചെയ്ത് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ജോലി? ഈ റേഡിയോ ഫ്രീക്വൻസി ചോക്കിന്റെ ജോലി. അതായത് VCCക്കകത്തുനിന്ന് വരുന്ന വാല്യൂ സിഗ്നലിനകത്ത് അല്ലെങ്കിൽ പവറിനകത്ത് DC കമ്പോണൻസ് ഉണ്ടെങ്കിലോ ലോവർ നമ്മുടെ റേഡിയോ ഫ്രീക്വൻസി അല്ലാത്തുള്ള ഏത് വോൾട്ട് ആണെങ്കിൽ ഹയർ ഫ്രീക്വൻസി ഉണ്ടെങ്കിലോ അതിനെ പാസ് ചെയ്യും. റേഡിയോ ഫ്രീക്വൻസി ചോക്ക് ചെയ്യുന്ന പരിപാടിയാണ് ആര് ചെയ്യുന്നത്? ഈ ഒരു റേഡിയോ ഫ്രീക്വൻസി ചോക്ക് അഥവാ RFC ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആംപ്ലിഫയർ. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ ലൂപ്പ് ഗെയിൻ രണ്ടുപേരും കൂടെ മൾട്ടിപ്ലൈ, അതായത് ഇതിന്റെ ലൂപ്പ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എയും ഇതിന്റെ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് ബീറ്റ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഫാക്ടർ എന്ന് പറയുന്നത് ബീറ്റ ആണെങ്കിൽ A ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് 1 ആണ്, അല്ലെങ്കിൽ A ഇസിക്കൽ ടു 1 ബൈ ബീറ്റ ആണ്. അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് രണ്ടാമത് അറിയേണ്ട കാര്യം ഇതിൽ എങ്ങനെയാണ് ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ വെയിൻ ബ്രിഡ്ജ് പഠിച്ചപ്പോൾ നമുക്കൊരു 2 സ്റ്റേജ് ആംപ്ലിഫയർ ആയിരുന്നു. ഓർത്താൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ വീഡിയോ നോക്കിയാൽ മതി. വെയിൻ ബ്രിഡ്ജ് പഠിച്ചപ്പോൾ നമുക്ക് 2 സ്റ്റേജ് ആംപ്ലിഫയർ ആയിരുന്നു. ബിക്കോസ് നമ്മൾ എന്തുകൊണ്ടാണ് പറഞ്ഞിരുന്നത്? നമ്മൾ അതിനകത്ത് ഉപയോഗിച്ചിരുന്ന വെയിൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്ന ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 0 ആയിരുന്നു. ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഫേസ് ഷിഫ്റ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ നമുക്ക് 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ആവണമെന്നുണ്ടെങ്കിൽ, കാരണം ഒരു ട്രാൻസിസ്റ്റർ സ്റ്റേജ് ഉപയോഗിക്കുന്നില്ല, ഒരു ആംപ്ലിഫയർ സ്റ്റേജ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ആംപ്ലിഫയർ സ്റ്റേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ നമുക്ക് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് നമുക്ക് ഫേസ് ഷിഫ്റ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്യാത്തതുകൊണ്ട് 2 സ്റ്റേജ് ആംപ്ലിഫയർ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ 180, 180, 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ വെയിൻ ബ്രിഡ്ജിൽ എത്ര 2 സ്റ്റേജ് ആംപ്ലിഫയർ നമ്മൾ യൂസ് ചെയ്തത്. ഇവിടെ നമ്മുടെ ആണെങ്കിൽ ഫീഡ്ബാക്ക് നെറ്റ്വർക്കും ആക്ച്വലി നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്കും ഈ L1ഉം L2ഉം Cയും കൂടെ ചേർന്നുള്ള ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്കും എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ട്രാൻസിസ്റ്റർ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? 180 ഡിഗ്രി ഫേസ്, അല്ലെങ്കിൽ നമ്മുടെ ആംപ്ലിഫയർ ലെവൽ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 180 കൂടെ ടോട്ടൽ എത്രയായി? 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ആയി. അപ്പോൾ ഇതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എന്തിന്റെ ആവശ്യമില്ല? 2 സ്റ്റേജ് ആംപ്ലിഫയറിന്റെ ആവശ്യം നമുക്കിവിടെ വരുന്നില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമുക്കിപ്പം ആംപ്ലിഫയർ നമ്മുടെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്തു, നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്തു. രണ്ടും കൂടെ ആയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ സാധനം എന്താണ്? ഒരു 360 ഡിഗ്രി ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് അല്ലെങ്കിൽ എഫക്റ്റീവ്ലി 0 ഫേസ് ഷിഫ്റ്റ് നമുക്ക് പ്രൊവൈഡ് ആയി. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലുള്ള എന്താണ് രണ്ട് കോയിൽസ് ഉണ്ട്, ഇൻഡക്ടേഴ്സ് L1ഉം L2ഉം. ദേ ആർ മ്യൂച്വൽ, അല്ലെങ്കിൽ എന്താ പറയുക, മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് ആണ്. അത് രണ്ടും നമുക്ക് അറിയാം ഒരു സൈഡിലാണ് അല്ലെങ്കിൽ ഒറ്റ കോറിലാണ് വൈൻഡ് ചെയ്തേക്കുന്നുണ്ട്. നമുക്കൊരു വേറെ പറയാം, ഇറ്റ് വർക്ക്സ്, അല്ലെങ്കിൽ ഈ L1 L2 ഇറ്റ് വർക്ക്സ് ആസ് ആൻ ഓട്ടോ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിന്റെ കണ്ടീഷനൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതായത് നമുക്ക് രണ്ട് കോറിനകത്തും ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡ് പ്രൈമറി സെക്കൻഡറി അതിനകത്ത് വെച്ചിട്ടാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. ഒരു കോയിലിൽ മാത്രമാണ് എല്ലാം ബൈൻഡ് ചെയ്തേക്കുന്നത്. നമ്മൾ അതിനെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഓട്ടോ ട്രാൻസ്ഫോമർ. അങ്ങനെ ഓട്ടോ ട്രാൻസ്ഫോമർ ആയിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? L1ഉം L2ഉം വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ സെൻട്രൽ പോയിന്റിനെ നമുക്ക് ഡയറക്ട്ലി ഗ്രൗണ്ട് ചെയ്യാൻ പറ്റില്ല. വി നീഡ് ആൻ എക്സ്ട്രാ കപ്പാസിറ്റർ ടു ഗ്രൗണ്ട് ദി കറസ്പോണ്ടിങ് പോയിന്റ്. മനസ്സിലാകുന്നുണ്ടോ? ഔട്ട്പുട്ട് നമ്മൾ ഇവിടുന്ന് ഇൻഡക്ടൻസ് വഴി നമ്മൾ ഔട്ട്പുട്ട് എടുക്കും, അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു അല്ലെങ്കിൽ വേറെ കാര്യം പറയും, ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന് L-ഉം C-യും കൂടെ ഉള്ള LC സർക്യൂട്ട്. നമ്മളത്തെ വെയിൻ ബ്രിഡ്ജിനകത്ത് നമ്മൾ പഠിച്ചത് R-ഉം C-യും കൂടെ ആയിരുന്നു നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് പിന്നെ RC സർക്യൂട്ട് എന്ന് വെച്ചു. ഇവിടെ L-ഉം C-യും കൂടാണ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ്, ഈ നെറ്റ്വർക്ക് നമ്മൾ എന്താ പേര് വിളിക്കും? LC ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. അതുപോലെ തന്നെ L-ഉം C-യും കൂടെ ഉള്ള ഇങ്ങനത്തെ സർക്യൂട്ട് നമ്മൾ വേറൊരു പേരും കൂടെ വിളിക്കാറുണ്ട്, ടാങ്ക് സർക്യൂട്ട്. L-ഉം C-യും ഇൻഡക്ടറും കപ്പാസിറ്ററോട് ചേർന്നുള്ള ഇങ്ങനത്തെ നെറ്റ്വർക്കുകൾക്ക് നമ്മളൊരു പേര് വിളിക്കാറുണ്ട്, ടാങ്ക് സർക്യൂട്ട് എന്നും വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ LC സർക്യൂട്ട് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഹാർട്ട്ലി ഓസിലേറ്ററിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ ഉള്ള രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു CC1 ഉണ്ട്, ഇവിടെ ഒരു CC2 ഉണ്ട്.
രണ്ടെണ്ണം. കപ്ലിംഗ് കപ്പാസിറ്ററുകൾ എന്നാണ് വിളിക്കുന്നത്. കപ്ലിംഗ് കപ്പാസിറ്റർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കപ്പാസിറ്ററുകൾ എപ്പോഴും നമുക്ക് ഡി സി കറണ്ടിനെ ബ്ലോക്ക് ചെയ്യും, ഹൈ ഫ്രീക്വൻസി കറണ്ടുകളെ പാസ് ചെയ്യും. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിലുള്ള ഡി സി കമ്പോണൻസിനെ, നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലേക്ക് പോകുന്ന ഡി സി കമ്പോണൻസിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് CC2 എന്ന് പറയുന്ന സർക്യൂട്ട് നമ്മൾ കപ്പാസിറ്റർ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തത്. ഇങ്ങോട്ട് അപ്പോൾ എന്ത് മാത്രമേ പോകുള്ളൂ? നമുക്ക് ആവശ്യമായിട്ടുള്ള ഹൈ ഫ്രീക്വൻസി കമ്പോണൻസ് മാത്രമേ എങ്ങോട്ട് പോകുള്ളൂ? ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലേക്ക് പോകുള്ളൂ. അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും, ഫീഡ്ബാക്ക് ചെയ്ത് തിരിച്ചു വരുമ്പോഴും നമ്മുടെ ബേസിലേക്ക് ഡി സി കമ്പോണൻസ് ഒന്നും കയറി വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇവിടെ ഒരു CC1 കൊടുക്കുന്നത്. അതിനുവേണ്ടിയാണ് CC1ഉം CC2ഉം, ബേസിക്കലി ടു ബ്ലോക്ക് ഓൾ ദി ഡി സി കമ്പോണൻസ് ആൻഡ് ടു പാസ് ദി ഹൈ ഫ്രീക്വൻസി കമ്പോണൻസ്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഫീഡ്ബാക്കിന് ഇൻപുട്ടിലേക്കും, ഒന്ന് ഫീഡ്ബാക്കിന് ഇൻപുട്ടിൽ നിന്ന് തിരിച്ച് ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ടിലേക്കുള്ള രണ്ട് സർക്യൂട്ടിലും നമ്മൾ ഡി സി കമ്പോണൻസിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്, CC1 ആൻഡ് CC2. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഒരു എന്താണ് ഹാർട്ട്ലി ഓസിലേറ്ററിന്റെ സ്ട്രക്ചർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണം. ഹാർട്ട്ലി ഓസിലേറ്റർ പറയുമ്പോൾ ഈ ഒരു പടം വരയ്ക്കുകയും വേണം. അതുപോലെ തന്നെ ഇതിനകത്ത് ഓരോന്നിനകത്തും പറയുന്ന ഓരോ കമ്പോണന്റിന്റെയും ഉപയോഗങ്ങൾ, കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പറയണം. മനസ്സിലായോ? പിന്നെ നിങ്ങൾക്ക് അറിയേണ്ടത് ഫേസ് ഷിഫ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ കാര്യം പറഞ്ഞു. ഓക്കെ, ഇതൊരു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വഴിയാണ് വർക്ക് ചെയ്യുന്നതെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ടോട്ടൽ ഇൻഡക്റ്റൻസ്. നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന് നമുക്കിപ്പോൾ L1 ഉണ്ട്, L2 ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു അത് ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് ആയതുകൊണ്ട് നമുക്ക് അവിടെ ഒരു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കൂടി വരും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഡക്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണേൽ പറയാം, ഇത് ടോട്ടൽ നമ്മുടെ ഈ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ടോട്ടൽ ഇൻഡക്റ്റൻസ് L എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ L1 പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡക്റ്റൻസ് പ്ലസ് L2 പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡക്റ്റൻസ് പ്ലസ് നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ട്. ബട്ട് വി വിൽ മെഷർ ഇറ്റ് ആസ് 2M. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നമ്മൾ കൊടുക്കുന്ന പേര് M എന്നാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലെ നമ്മുടെ ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻഡക്റ്റൻസ് ഈസ് ഈക്വൽ ടു L1 പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡക്റ്റൻസ് പ്ലസ് L2 പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡക്റ്റൻസ് പ്ലസ് 2 ടൈംസ് M എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവൈഡ് ചെയ്ത്, അപ്പോൾ 2 ടൈംസ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഇതാണ് നമ്മുടെ ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ടിന്റെ നമ്മുടെ ഫീഡ്ബാക്ക് സർക്യൂട്ടിന്റെ ടോട്ടൽ ഇൻഡക്റ്റൻസിന്റെ വാല്യൂ. ഇത് നമുക്ക് അറിയേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ, ഈ ഒരു സർക്യൂട്ട് ഏത് ഫ്രീക്വൻസിയിലാണ് വർക്ക് ചെയ്യുക, അതിന്റെ ഇക്വേഷൻ യൂഷ്വലി നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെയാണ് 1/2π RC ആണ് നമ്മൾ പഠിച്ചത്. ഏതിന്? വെയിൻ ബ്രിഡ്ജിന്. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. 1/2π√LC എന്നാണ് നമ്മുടെ ഇക്വേഷൻ. 1/2π√LC where L is equal to L1 plus L2 plus 2M. അപ്പം അങ്ങനെയാണ് എനിക്ക് എങ്ങനെ വേണേൽ എഴുതാം? 1/2π into √L1 plus L2 plus 2M into C. ബ്രാക്കറ്റിൽ ഇടാൻ നല്ല ശരിയാതുള്ളൂ. ഇൻറ്റു C. ഇതാണ് എൻ്റെ ഒരു ഫ്രീക്വൻസി ഓഫ് എനിക്ക് റെസൊല്യൂഷൻ, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. അപ്പോൾ എനിക്ക് എൻ്റെ L1ന്റെ വാല്യൂ, L2ന്റെ വാല്യൂ, എമ്മിൻ്റെ വാല്യൂ, അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഫീഡ്ബാക്ക് സൈക്കിളിൽ ഉപയോഗിക്കുന്ന ഇപ്പോൾ L1 L2 ഇതിനിടയ്ക്കുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ വാല്യൂ പ്ലസ് സിയുടെ വാല്യൂ, ഇത്രയും അറിയാമെങ്കിൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? എൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എഫ്. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എഫ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എന്താ പറയണേ, സസ്റ്റൈൻഡ് ആയിട്ടൊരു ഓസിലേഷൻ, ഈ ഒരു കാര്യം ഈ ഒരു സർക്യൂട്ടിൽ നടക്കണമെങ്കിൽ അതിൻ്റെ കണ്ടീഷനുകളുണ്ട്. അതായത് സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഓസിലേഷൻ ഈ ഒരു കാര്യത്തിൽ നടക്കണമെങ്കിൽ അതിൻ്റെ കണ്ടീഷനുകളുണ്ട്. കണ്ടീഷൻ ഫോർ ഓസിലേഷൻ, ഹൈ ഫ്രീക്വൻസിയിൽ നമ്മുടെ ഓസിലേഷൻ HFE is equal to L2 plus M divided by L1 plus M. നമ്മുടെ ഹൈ ഫ്രീക്വൻസിയിൽ ഈ ഒരു ഓസിലേഷൻ നടക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് L2 plus M divided by L1 plus M. അതുകൊണ്ട് മനസ്സിലാക്കി, ഇതിന്റെ ബേസ് ചെയ്ത് പ്രോബ്ലം ചോദിക്കാറില്ല, ഇതിന്റെ ബേസ് ചെയ്തിൽ പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻ ഫോർ ഓസിലേഷൻ, L2 plus M divided by L1 plus M. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ 1/2π√LC ആണ്. അത് L എന്ന് പറയുന്നത് L1 plus L2 plus 2M ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1/2π√L1 plus L2 plus 2M into C. ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ, ഇതാണ് നമ്മുടെ കണ്ടീഷൻ ഫോർ ഓസിലേഷൻ. ഈ രണ്ട് ഇക്വേഷനും അറിഞ്ഞിരിക്കുക, ഡയഗ്രാം അറിഞ്ഞിരിക്കുക. നമ്മൾ പഠിക്കേണ്ട ഇത്രേ ഉള്ളൂ. ഈ സർക്യൂട്ട് ഡയഗ്രാം അറിഞ്ഞിരിക്കുക, ഇതിൽ ഓരോ കമ്പോണൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, അത് എന്തിനു വേണ്ടി കൊടുത്തേക്കുന്നത് ഞാൻ പറഞ്ഞ് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഫ്രീക്വൻസി ഓഫ് ടോട്ടൽ ഇൻഡക്റ്റൻസിന്റെ വാല്യൂവിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക, ഫ്രീക്വൻസി ഓഫ് ഓസിലേഷന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക, കണ്ടീഷൻ ഫോർ ഓസിലേഷന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് തിയറി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഹാർട്ട്ലി ഓസിലേറ്ററിനെ പറ്റി ചോദിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. ഇനി അടുത്തത് നമുക്ക് ഇതിനെ ബേസ് ചെയ്ത്
ഒരു ക്വസ്റ്റ്യൻ വല്ലതും വരുവാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? സിമ്പിൾ. അത് നിങ്ങൾ പറയാനൊന്നുമില്ല. ഇപ്പം നമ്മൾ ആകെ നിങ്ങൾ ചോദിക്കുന്നത് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ മാത്രമേ ചോദിക്കുള്ളൂ. ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ മാത്രമേ ചോദിക്കുള്ളൂ. അപ്പം ഞാനത് സ്പെസിഫിക് ആയിട്ട് ഒരു ടെക്സ്റ്റിലുള്ള ഒന്നുണ്ട് ക്വസ്റ്റൻ എടുത്ത് കാണിക്കുന്നില്ല. ഇപ്പം ഇത്രേ അവർ പറയത്തുള്ളൂ. അതായത് നിങ്ങൾ ബാക്കി കാൽക്കുലേഷൻ ഒന്നും ഞാൻ ഇനി പഠിപ്പിക്കുന്നില്ല. എനിക്ക് ബാക്കി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എങ്കിലും നമുക്ക് ആകെ അറിയേണ്ട ക്വസ്റ്റ്യൻ സാറിന് ചോദിക്കാറില്ല ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ആണ്. അപ്പം നമുക്ക് അവർ എന്തൊക്കെ തരണം? നമുക്ക് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എഫ് ഈസ് ഈക്വൽ ടു 1/2π ഇൻറ്റു root of L1 plus L2 plus 2m ഇൻറ്റു സി ആണ് നമുക്കറിയാം. അപ്പം നമുക്ക് എഫ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? L1ന്റെ വാല്യൂ അറിയണം, L2ന്റെ വാല്യൂ അറിയണം, 2mന്റെ വാല്യൂ അറിയണം, സിയുടെ വാല്യൂ അറിയണം, അല്ലെങ്കിൽ എമ്മിന്റെ വാല്യൂ, L1ന്റെ വാല്യൂ, L2ന്റെ വാല്യൂ, എമ്മിന്റെ വാല്യൂ, സിയുടെ വാല്യൂ, ഇത്രേന്റെ വാല്യൂ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ എഫ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ യൂഷ്വലി അവര് എമ്മിന്റെ വാല്യൂ എല്ലാത്തിനും വാല്യൂ തരും. എമ്മിന്റെ വാല്യൂ ചിലപ്പോൾ അവർ പറയും യു ക്യാൻ നെഗ്ലക്ട് ദ മ്യൂച്വൽ ഇൻഡക്ടൻസ്. അത് ചില സമയത്ത് പറയും നെഗ്ലക്ട് ദ മ്യൂച്വൽ ഇൻഡക്ടൻസ്, വിച്ച് മീൻസ് എമ്മിന്റെ വാല്യൂ 0. അത് പറയുന്നത് വായിച്ച് മനസ്സിലാക്കാൻ പഠിക്കുക. അതായത് നിങ്ങൾ ഈ സർക്യൂട്ട് ഡയഗ്രം നോക്കണം ആദ്യം. കാരണം ചില സമയത്ത് അവർ പറയുന്ന രീതി ശരി നോക്കി. ഈ നടുക്കുള്ള പോയിന്റ് ഞാൻ പറഞ്ഞ പേരാണ് എന്തുവാ? ടാപ്പിംഗ് പോയിന്റ്. ഈ എടുക്കുന്ന പോയിന്റ് വിളിക്കുന്ന പേരാണ് ടാപ്പിംഗ്. അപ്പോൾ ചിലപ്പോൾ അവർ ചില ക്വസ്റ്റിനിൽ അവർ പറയാറുണ്ട് നമ്മുടെ കളക്ടറിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മുടെ ടാപ്പിംഗ് പോയിന്റിലേക്ക് കൊടുത്തേക്കുന്ന ഇൻഡക്ടൻസിന്റെ വാല്യൂ ഇത്രയാണ്, ഇത്ര ഫാരഡ് ആണ്, ഇത്ര മൈക്രോ ഫാരഡ് ആണ്, ഇത്ര മില്ലി ഫാരഡ് ആണെന്നൊക്കെ പറയും. അതായത് ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിൽ നിന്ന് ടാപ്പിംഗ് പോയിന്റിന് ഇടയ്ക്കുള്ള ഇൻഡക്ടൻസ്, അപ്പോൾ ഏതാ? L1. ചിലപ്പോൾ പറയും ടാപ്പിംഗ് പോയിന്റിൽ നിന്ന് നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ ബേസിലെ ഇടയ്ക്കുള്ള ഇൻഡക്ടൻസ് വിളിക്കാം, അപ്പോൾ അതേതാ? L2. അപ്പോൾ അങ്ങനെ ഓരോ രീതിയിലായിരിക്കും അവർ പറയുന്നത്. അവർ കറക്റ്റ് ഡയറക്റ്റ്ലി ചിലപ്പോൾ അവർ L1 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു തരും, L2 ഈസ് ഈക്വൽ ടു തരും, M ഈസ് ഈക്വൽ ടു തരും. ചിലപ്പോൾ അവരെന്ത് പറയാം? ഈ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് ടാപ്പിംഗ് പോയിന്റിലേക്കുള്ള ഇൻഡക്ടൻസ് ഇത്ര, ടാപ്പിംഗ് പോയിന്റിൽ നിന്ന് ആംപ്ലിഫയറിന്റെ ബേസിലേക്കുള്ള ഇൻഡക്ടൻസ് ഇത്ര എന്നൊക്കെ അവർ അങ്ങനെ പറഞ്ഞേക്കാം. അതുപോലെ തന്നെ അതിനിടെ ടാങ്ക് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന സിയുടെ വാല്യൂ ഇത്ര, ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലുള്ള സിയുടെ വാല്യൂ ഇത്ര എന്നും പറഞ്ഞ് പറയാം. അപ്പോൾ അത് മനസ്സിലാക്കിക്കോണം. ഈ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് അല്ലെങ്കിൽ കളക്ടറിൽ നിന്ന് ടാപ്പിംഗ് പോയിന്റിലേക്കുള്ള ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞാൽ അത് L1 ആണ് മീൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ടാപ്പിംഗ് പോയിന്റിൽ നിന്ന് നിങ്ങൾ ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് എന്നുള്ള വാല്യൂ പറയുവാണെങ്കിൽ അത് എന്തിനാണ് മീൻ ചെയ്യുന്നത്? L2നെയാണ് മീൻ ചെയ്യുന്നത്. ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ എന്ന് പറയുവാണെങ്കിൽ അത് ഈ CA ആണ് മീൻ ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് എവിടെ വരുന്നത്? നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ നമ്മൾ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ അതങ്ങനെ ആ രീതിയിലാണ് പറയുന്നുള്ളത്, ഓർത്തിരിക്കുക. പിന്നെ പ്രോബ്ലം ചെയ്യാന്നുള്ളത് നിങ്ങളുടെ മനോധർമ്മം പോലിരിക്കും. അപ്പം ഞാനിപ്പോൾ ഒരു എക്സാമ്പിളോ കാര്യങ്ങളോ പറഞ്ഞു തന്നിട്ട് അതിനകത്ത് വലിയ കാര്യം നമുക്ക് നോക്കാം. നമുക്കൊരെണ്ണം വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു വാല്യൂ ഞാൻ പറയാം. ചുമ്മാ ഒരു വാല്യൂ ഇട്ടിട്ട് ഞാൻ പറയാം. ഇപ്പം ഞാൻ ചുമ്മാ ഒരു വാല്യൂ പറയാം. ടെക്സ്റ്റിലുള്ള ഒരു വാല്യൂ തന്നെ പറയാം. L1 ഞാൻ പറയുന്നു 500 മൈക്രോ ഹെൻറി. ഹെൻറിയാണ് നമ്മുടെ ഇൻഡക്ടൻസ് വരുമ്പോൾ ഹെൻറി വരും, കപ്പാസിറ്റൻസ് വരുമ്പോൾ ഫാരഡ് വരും, ഫ്രീക്വൻസി വരുമ്പോൾ ഹെർട്സ് വരും. ഇതൊക്കെ യൂണിറ്റുകളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. L1 500 മൈക്രോ ഹെൻറി എന്ന് പറയുന്നു. L2 എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിളിന്റെ 10 ഇരട്ടി ചെയ്തോട്ടെ, 5000 മൈക്രോ ഹെൻറി എന്ന് പറയുന്നു. നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ടൻസ് M എന്ന് പറയുന്നത് 300 മൈക്രോ ഹെൻറി ആണെന്ന് പറയുന്നു. നമ്മുടെ കപ്പാസിറ്റർ C എന്ന് പറയുന്നത് ഒരു 150 പൈക്കോ ഫാരഡ് ആണെന്ന് പറയുന്നു. ഇപ്പൊ നമ്മുടെ അടുത്ത് പറയുകയാണ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ F കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ തിരിക്കും? ആദ്യം എനിക്ക് L കണ്ടുപിടിക്കണം അല്ലേ? അല്ലെങ്കിൽ ഒരുമിച്ച് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. F ഈസ് ഈക്വൽ ടു 1/2π ഇൻറ്റു L1 എന്താ? 500 ഇൻറ്റു 10 റേസ് ടു മൈനസ് മൈക്രോ എന്ന് പറഞ്ഞാൽ എത്ര? -6 പ്ലസ് 5000 ഇൻറ്റു 10 റേസ് ടു -6 പ്ലസ് നമ്മുടെ എത്ര വരും? 300 ഇൻറ്റു 10 റേസ് ടു -6. ഇത് മൂന്നും വരും അല്ലേ? 10 റേസ് ടു -6 ഇൻറ്റു 150 ഇൻറ്റു 10 റേസ് ടു പൈക്കോ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ പൈക്കോ എഴുതിയിട്ട് പൈക്കോ എന്ന് പറഞ്ഞാൽ എത്ര? 10 റേസ് ടു -12 ഇൻറ്റു 10 റേസ് ടു -12. ഇതാണ് ഈ റൂട്ട് എഴുതിയില്ലല്ലോ. 1/2π റൂട്ട് ഓഫ് ഈ സാധനം ഇൻറ്റു ഇത് ഇൻറ്റു ആണ് 150 10 റേസ് ടു -12 ഇവിടെ എഴുതിയേക്കാം. ഓക്കെ, അപ്പം എങ്ങനെ എഴുതാം? 1/2π ഇൻറ്റു റൂട്ട് ഓഫ് 10 റേസ് ടു -6 അങ്ങ് കോമൺ എടുക്കാം. 500 പ്ലസ് 5000 പ്ലസ് 300 അല്ലേ ഞാൻ പറഞ്ഞേക്കുന്നത്? ആണല്ലോ. അപ്പം എത്ര വരും എനിക്ക്? 500 300 നമുക്ക് വേണ്ട 2m ആ. അപ്പം 2 ഇൻറ്റു ഇവിടെ വരുവേ, 2 ഇൻറ്റു 300, 2m അല്ലേ? 3m അല്ലേ? 300 ആണ്. 2m എന്ന് പറയുമ്പോൾ 600. അപ്പോൾ ഇത് 600, 600ഉം 500ഉം 5000, 5500, 6100. അപ്പോൾ 6100 ഇൻറ്റു 10 റേസ് ടു -6 ആണ് ഇതിൻ്റെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. ഇൻറ്റു
150 into 10 raised to minus 12. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 10 raised to minus 6 ഉം 10 raised to minus 12 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 10 raised to minus 6 minus 12, 10 raised to minus 18. നിങ്ങൾ പ്രോബ്ലം ഒക്കെ നിങ്ങൾക്ക് അറിയേണ്ടതാണ്, ചെയ്യേണ്ട രീതിയൊക്കെ നിങ്ങൾ അറിയേണ്ടതാണ്. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ചെയ്ത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. 1 by 2 pi into root of 6100 into 150 അവിടെ കിടക്കട്ടെ into 10 raised to minus 18 എന്ന് പറയുമ്പോൾ 1 by 2 pi into root of 6100 into 150 എത്ര നോക്കട്ടെ. 6100 into 150 എന്ന് പറയണത് 915000 ആണ് ഇതിന്റെ മൾട്ടിപ്ലൈ into 10 raised to minus 18. 10 raised to minus root of 10 raised to minus 18 10 raised to minus 18 വെളിയിൽ കൊണ്ടുവരുമ്പോൾ എന്ത് പറ്റും? നേരെ പകുതിയാവും, 10 raised to minus 9 ആവും. അപ്പോൾ ഇങ്ങനെ എഴുതാം 1 by 2 pi into root of 915000 into 10 raised to minus 9. ഞാൻ വേറെ പേജ് എടുക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഈ സൈഡിൽ തന്നെ എഴുതുവാണ്. റൂട്ട് ഓഫ് 915000 എന്തുവാ? റൂട്ട് ഓഫ് 915000 എന്ന് പറയുന്നത് എങ്ങനെ വരും? ഇപ്പം തൊട്ട് എഴുതാം, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുമല്ലോ. 1 by 2 pi into root of 956.55. 956.55. ഞാൻ ഇപ്പുറത്തുണ്ടായിരുന്ന 10 raised to minus 9 മേളിൽ കൊണ്ടുപോയി, ഡിനോമിനേറ്റർ കിടന്ന സാധനത്തിനെ മേളിൽ കൊണ്ടുപോയി. അപ്പോൾ എന്തോ 10 raised to minus 9 മേളിൽ പോയി എന്തുപോയി? ഇൻറ്റു 10 raised to 9 ആയി. ഇനി ഇതുപോലെ ഇതിൻ്റെ വാല്യൂ എഴുതിക്കുക 1 by ഇനി 2 into 950 2 pi into 956.55 എന്ന് പറയുന്നത് 6010.22 6010.22 മേളിൽ 10 raised to 9 വരും. അപ്പോൾ എനിക്ക് അറിയേണ്ടത് 1 by 6010.22 1 by 6010.22 എന്ന് പറയുന്നത് 0.0016638 into 10 raised to 9. ഇതാണ് എൻ്റെ വാല്യൂ. 0.0001668 into 10 raised to 9 എന്നുള്ളതാണ് വാല്യൂ. എനിക്ക് ഇതിനൊന്നും അറിയാവുന്ന ഭാഷയിൽ എഴുതണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10 raised to 9 അല്ലേ, 9 വേണ്ട. അപ്പം ഞാനിത് 1 2 3 ഒരു അറിയാവുന്ന പോയിന്റ് ആക്കണേ. 1 2 അപ്പം ഇത് 10 raised to 3 കിടക്കുവാണെങ്കിൽ കിലോ എന്ന് പറയാം. അപ്പോൾ എനിക്ക് അപ്പോൾ 6 പോയിന്റ് മാറ്റിയാൽ മതി. 1 2 3 4 5 6. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? ഈ സെയിം സാധനം തന്നെ 166.38 into 10 raised to 3 ഹെർട്സ് എന്ന് പറയാം അല്ലേ, അല്ലെങ്കിൽ 166.38 കിലോ ഹെർട്സ് എന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ എൻ്റെ ഈ പറഞ്ഞേക്കുന്ന വാല്യൂ അനുസരിച്ച് ഞാൻ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുവാണെങ്കിൽ ആ സർക്യൂട്ട് ജനറേറ്റ് ചെയ്യുന്ന വേവ് ഫോമിന്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എത്ര ആയിരിക്കും? 166.38 കിലോ ഹെർട്സ് ആയിരിക്കും. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രീക്വൻസി വരുന്ന രീതിയിൽ എനിക്ക് എന്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും? എനിക്ക് എല്ലും സിയും ഞാൻ കൺസിഡർ ചെയ്ത് എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? എനിക്ക് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നുള്ളൂ. ഈ പ്രോബ്ലം ചെയ്യേണ്ട രീതിയൊക്കെ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനെ സോൾവ് ചെയ്യാന്നുള്ളത് നിങ്ങൾ മാത്സിൽ ബേസിക് കാര്യങ്ങളെല്ലാം പഠിക്കുക. അതായത് കൂടുതൽ അതിലേക്ക് ഞാൻ പോകുന്നില്ല, യൂണിറ്റുകളിലേക്കും കാര്യങ്ങളൊക്കെ ഒന്നും പോകും, അത് നിങ്ങളുടെ കഴിവാണ്. പരീക്ഷ എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഈ വാല്യൂ ഇത്രയും തരും, ഇക്വേഷനും പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തന്നു. ആ ഇക്വേഷനകത്തോട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും. ഇതാണ് നമ്മുടെ ഹാർട്ട്ലി ഓസിലേറ്റർ, അതുപോലെ തന്നെ ഹാർട്ട്ലി ഓസിലേറ്ററിൻ്റെ ഒരു എക്സാമ്പിൾ പ്രോബ്ലം ഉള്ള കാര്യം.